കഴിഞ്ഞ ദിവസം ജപ്പാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ ഫണ്ടമെന്റൽസിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഡിസംബർ മാസം മുതൽ അമേരിക്കൻ സേന, പ്രത്യേകിച്ച് അമേരിക്കയുടെ പടക്കപ്പലുകൾ തടയാൻ ചൈന ഒരുക്കം തുടങ്ങി എന്നതാണ്. ഇതിനായിട്ട് 18ഓളം യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. 18 ഡിസ്ട്രോയിഡുകളും ഫ്രിഗേറ്റുകളുമാണ് വിന്യസിച്ചിരിക്കുന്നത്. ജപ്പാനിലെ നാൻസൈ ദ്വീപ് മുതൽ ഫിലിപ്പീൻസ് വരെ വ്യാപിച്ച് കിടക്കുന്ന സമുദ്രങ്ങളിലാണ് ഈ കപ്പലുകൾ ചൈന വിന്യസിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പരിശീലനം, അതായത് ഈ കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ സേനയെ തടയുന്നതിൻ്റെ പരിശീലനവും ഡിസംബർ മാസം 6 മുതൽ 12 വരെ ചൈന നടത്തുകയുമുണ്ടായി. ഗുവാം മുതൽ ജപ്പാനിലെ ഇസു ദ്വീപ് വരെ വ്യാപിച്ചു കിടക്കുന്ന ദ്വീപ് ശൃംഖലയിൽ ഉടനീളം സുരക്ഷ ഒരുക്കുകയാണ് ചൈന ചെയ്യുന്നത്. ഇവിടത്തേക്ക്, അതായത് തായ്വാനെ ചൈന ആക്രമിച്ചാൽ തായ്വാന് സഹായവുമായി അമേരിക്കൻ പടക്കപ്പലെത്തുന്നത് തടയുന്നതിനുള്ളൊരു മുന്നൊരുക്കമാണ് ചൈന നടത്തുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഏതായാലും പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ ഈസ്റ്റേൺ, സതേൺ, നോർത്തേൺ കമാൻഡുകൾ സംയുക്തമായിട്ടാണ് ഈ സൈനിക നീക്കം നടത്തിയത്. ആയുധങ്ങളും വിന്യസിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏത് നിമിഷവും തായ്വാനെ ചൈന ആക്രമിച്ചേക്കുമെന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വ്യാപകമായി പ്രചരിക്കുന്നതിനിടയിലാണ് ചൈന അമേരിക്കൻ പടക്കപ്പലുകൾ തടയാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നത്. സ്വന്തം പടക്കപ്പലുകൾ വിന്യസിച്ചുകൊണ്ടും ആയുധങ്ങൾ വിന്യസിച്ചുകൊണ്ടുമാണ്. കാരണം ഇവിടുത്തെ പല ദ്വീപുകളും ഇപ്പോഴും തർക്ക വിഷയമാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, നമ്മളുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു കപ്പൽ കഴിഞ്ഞ ദിവസം ഈ സമാനമായ പാതയ്ക്ക് അടുത്ത് വെച്ച് ചൈനീസ് പട്ടാളം തടഞ്ഞുവെങ്കിലും പിന്നീട് ആ കപ്പൽ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇവിടെ തർക്ക വിഷയമായ ദ്വീപിന് അടുത്തുകൂടിയായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ പോയത്. അതിൻ്റെ ഒരു വാർത്ത നമ്മൾ മുൻപ് ചെയ്തിരുന്നതുമാണ്. ഏതായാലും ഇപ്പോൾ ഒരു സംയുക്ത നീക്കം നടക്കുന്നു. അവിടെ അമേരിക്ക തടയുക എന്നുള്ളതാണ് ചൈന വളരെ ഇമ്പോർട്ടൻ്റായി ചിന്തിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അനവധി യുദ്ധക്കപ്പലുകളും മറ്റും വിന്യസിച്ചുകൊണ്ട് അമേരിക്കൻ പടക്കപ്പലുകളെ തടയുകയാണ് ചൈനയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.